തീർച്ചയായും മോർണിംഗ് വൈസിലേക്ക് തിരികെ എത്തുമ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ പ്രതിസന്ധി തന്നെയാണ് ഇവിടുത്തെ തോട്ടം തൊഴിലാളികൾ നേരിടുന്നത്. അതിന്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ കാണുകയും ചെയ്യുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ രാവിലെ മുതൽ തന്നെ ആരംഭിക്കും ഇതിനെ ചപ്പ് എന്നുള്ളുക എന്നാണ് പറയുന്നത് എന്നുള്ളത് തന്നെയാണ്. അതിൽ കൂടുതൽ പ്രതികരണങ്ങൾ കൂടി നമുക്ക് തരേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പുനരധിവാസ പാക്കേജുകൾ അനുവദിക്കുക. ഒപ്പം തന്നെ ഇവർ താമസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് പാടി എന്നൊക്കെ ഉള്ളത് തന്നെയാണ്. അതിൽ ആ സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മൾ അതിന്റെ ദൃശ്യങ്ങളിലേക്കൊക്കെ ചെല്ലുമ്പോൾ തന്നെ അവിടെ എങ്ങനെ താമസിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഏറ്റവും പ്രധാനമായും നോക്കിക്കാണേണ്ടത്. കാരണം അത്രയും ദുരവസ്ഥ തന്നെയാണ് അവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്തത്. ചേച്ചി എങ്ങനെയുണ്ട്? തെരഞ്ഞെടുപ്പൊക്കെ നല്ലതിൽ നടക്കട്ടെ. ഞങ്ങളെ കാര്യങ്ങളും കൂടി എല്ലാം കൂടി പരിഹരിക്കണം. ആവശ്യങ്ങളൊക്കെ പരിഹരിച്ചു തരിക. പിന്നിപ്പോ അങ്ങനെ പോകുന്നുണ്ട്. എങ്ങനെയാണ് ഇതിപ്പോ ഈ നമ്മുടെ ആവശ്യം എന്നൊക്കെ പറയുമ്പോ എന്തൊക്കെ ആവശ്യങ്ങളാണ് നിങ്ങൾ? ഞങ്ങളെ ആവശ്യം എന്ന് പറഞ്ഞാല് ഞങ്ങൾക്കിപ്പോ കൂലിന്റെ ഇതൊക്കെ പ്രശ്നങ്ങളുണ്ട്. കൂലി ഇപ്പൊ കൂട്ടി തന്നതിന്റെ പിന്നെ ഞങ്ങൾക്ക് ചാക്കിന്റെ പുതപ്പിന്റെ അതൊക്കെ ഡേറ്റ് തെറ്റിയിട്ടായാലും തരലുണ്ട്. ശമ്പളം തരുന്നത് ഞങ്ങൾക്ക് വൈകിട്ടാണ്. വൈകിട്ടാണ് ശമ്പളം തരുന്നത്? വൈകിട്ട് പറഞ്ഞാൽ ആദ്യമൊക്കെ 10-ാം തീയതി ആയിരുന്നു. ഇപ്പൊ 20-ാം തീയതിയാണ്. 20-ാം തീയതി തരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ താമസിക്കുന്നത് പറയുന്നത്? അത് ഇതിന് മുന്നേ പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ കാരണത്താലാണ് സാധിക്കുക അങ്ങനെ ആയത്. എല്ലാ മാസത്തിലും എല്ലാ ദിവസവും പണി ഉണ്ടാവും? പണി എല്ലാ ദിവസവും ഉണ്ട്. ഞങ്ങള് സ്ഥിരമായിട്ട് എടുക്കുന്ന ലേബറല്ലേ, അതുകൊണ്ട് എല്ലാ ദിവസവും ഞങ്ങൾക്ക് പണിയുണ്ട്. കൂലി ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധികളുണ്ട്. ഞങ്ങൾക്കിപ്പോ കൂടിയതാണ്. പക്ഷെ 500 രൂപയൊക്കെ എത്തിയിട്ടില്ല. അതിന്റെ താഴേക്കേ ഉള്ളു ഞങ്ങൾക്ക് വരുമാനം. അപ്പം ഈ ഒരു പുനരധിവാസ പാക്കേജ്, അതായത് നമുക്ക് താമസ സൗകര്യം ഏർപ്പെടുത്തി നൽകുക. അപ്പൊ നേരത്തെ ഉമ്മ പറഞ്ഞതുപോലെ തന്നെ ഫ്ളാറ്റുകളൊക്കെ നൽകാമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അതിലൊന്നും ഒരു തീരുമാനമായിട്ടില്ല. അതൊക്കെ ഒരു ഉണ്ട്. എസ്റ്റേറ്റ് റൂമുണ്ട്. അത് ഇപ്പൊ നമ്മള് സർവീസ് വാങ്ങണ ആ റൂം ഉണ്ടാവും. അതിലെങ്ങനെയാ? ആ റൂമൊക്കെ എങ്ങനെയാ? നല്ലതാണോ? കിടക്കാനൊക്കെ പറ്റുമോ? നിക്കണ റൂമിലൊക്കെ വലിയ കുഴപ്പമില്ല. എന്നാലും ദയനീയാവസ്ഥ തന്നെയാണ്. ഇക്കാര്യമൊക്കെ ഈ വരുന്നവരടുത്തൊക്കെ പറയാറുണ്ടോ? അതൊക്കെ അതിന് ആൾക്കാർ വരുന്നില്ലല്ലേ. ഇലക്ഷന്റെ സമയത്ത് മാത്രല്ലേ വരുന്നുള്ളൂ. ഇലക്ഷൻ സമയത്ത് മാത്രമേ വരുന്നുള്ളൂ. അല്ലാത്തപ്പോ ഇവിടെ തിരിഞ്ഞു നോക്കാം. അപ്പോഴൊന്നും ആൾക്കാരൊന്നും തിരിഞ്ഞു നോക്കാറൊന്നുമില്ല. ഈ ഇലക്ഷൻ സമയത്ത് ആരൊക്കെ ഇവിടെ വന്നു? ഇലക്ഷൻ സമയത്ത് ഇപ്പൊ ആരും വന്നിട്ടില്ല. ഇപ്പോഴും വന്നിട്ടില്ല ഇതുവരെ. 2 ദിവസമേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾ മാത്രമാണ് ഫസ്റ്റ് എത്തിയത്. വേറെ ആരും എത്തിയിട്ടൊന്നുമില്ല. അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ തന്നെ. അതാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചപ്പെടുന്നത്. ചേച്ചി എങ്ങനെയാണ് ഇവിടെ തെരഞ്ഞെടുപ്പാണ്? ആരൊക്കെ പോകണമെന്നൊക്കെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവില്ലേ? 2 ദിവസം കൂടി മാത്രമേ ഉള്ളൂ പോളിംഗ് സ്റ്റേഷനിലേക്ക് പോകാൻ. എന്തായാലും വോട്ട് ചെയ്യുമല്ലോ അല്ലേ? ആർക്കാണെന്നൊക്കെ തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ടോ? ഇവിടെ ആര് ജയിക്കും? എന്നാലും നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടില് ആര് ജയിക്കും? അത് പറയാൻ പറ്റില്ല. അത്ര ഇഞ്ചോടിഞ്ച് പോരാട്ടമാണോ ഇവിടെ നടക്കുന്നത്? എന്തായാലും ചേച്ചി ഞാൻ ചോദിക്കാൻ മറന്നു പോയതാണ്. ഉമ്മ എങ്ങനെയുണ്ട് ഇവിടുത്തെ മറ്റേ ചേച്ചി പറഞ്ഞ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കാനുള്ള സാഹചര്യം ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് വയനാട്ടിൽ സംബന്ധിച്ച്. അത് അങ്ങനെ തന്നെയാണോ? അങ്ങനെ തന്നെയാണോ? വോട്ട് ഇലക്ഷൻ ആകുമ്പോ മാത്രം അങ്ങനെ വരും. അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ പൊടി പോലും ഉണ്ടാവില്ല. എന്തായാലും ആര് ജയിക്കും? നമ്മളെ കയ്യനെ ജയിച്ചാന്ന് നമുക്ക് കൈ തന്നെ എത്ര ഭൂരിപക്ഷം ഉണ്ടാവും കൈക്ക്? അതൊക്കെ ഉണ്ട്. എല്ലാരും ജയിച്ചാന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. തീർച്ചയായും അത് തന്നെയാണ്. എന്തായാലും